അപ്പോൾ നമ്മൾ അടുത്ത വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈക്രോസ് GX ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 years വാറണ്ടി വരെ നമ്മൾ പെയിൻ പ്രൊട്ടക്ഷൻ ഫില്ലുമായിട്ടുള്ള PP5 ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ GR സ്പോട്ട് ഗ്രില്ല്, DR ബസ്സിൽ കാര്യങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്കിലോട്ട് ആഡ് ചെയ്തു. അതേപോലെ തന്നെ അലോയ് മാറ്റ് ഫിനിഷാണ്. പോരാതെ നമ്മൾ 300 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന MTECൻ്റെ ബൂട്ട് സ്റ്റെപ്പ്, അതേപോലെ തന്നെ പ്രോമാൻ ബൈക്ക് പ്രൊട്ടക്ടർ, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്പോയിലർ, പിന്നെ ഓട്ടോടെക്കിൻ്റെ ഒരു 90 എക്സ്ലൈനർ മാറ്റ്, ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗാർവെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5 years വാറണ്ടി വരുന്ന നമ്മളെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിംസ് ആണ്. നമുക്ക് 5 years, 6 years, 8 years, 10 years, 15 years വരെ വരുന്ന PPFs നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഗാർവെയറിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റുഡിയോ ആണ്. നമ്മുടെ ഷോപ്പ് വന്നിട്ട് പാരിപ്പള്ളിയാണ്, അതായത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിനകത്ത് അടുത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ GR സ്പോട്ട് ഗ്രില്ലാണ്. അപ്പം ഗ്രില്ലിൻ്റെ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡാണ് സ്റ്റോക്ക് വരുന്നത്. ഈ സ്റ്റോക്ക് ഗ്രില്ലിൻ്റെ ആ ഒരു ലെറ്റർ ഇല്ലേ റെഡ്, അതിന് നമ്മൾ കസ്റ്റമൈസ് ആണ് ചെയ്യുന്നത്. അത് ഗ്രേ ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, ഏത് കളറിലാണോ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമ്മളതിന് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഉള്ളിലത്തെ ഗ്യാപ്പ് അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ മെഷ് കാര്യങ്ങളൊക്കെ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലും കൂടെ അതിനകത്ത് മാറ്റ് ഫിനിഷ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ വൈറ്റ് വെളിയിലേക്ക് തെളിഞ്ഞ് വരും. ബ്ലാക്ക് വണ്ടിക്കും അഗേഹ ബ്ലൂ കളറിനൊന്നും നമുക്ക് ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഉള്ളിലത്തെ ഗ്യാപ്പ് അറിയാതിരിക്കാൻ വേണ്ടി മെഷ് ആഡ് ചെയ്തു. പോരാതെ തന്നെ നമ്മൾ ഗ്രിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോഗ് ലാമ്പിനാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിൽ നമ്മൾ നമ്മളെ ഈ ഗ്രിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് പെനാൽറ്റികൾ വരാൻ ചാൻസസ് ഉണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വെച്ചാൽ ഡേ ടൈമിൽ അതിന് പെനാൽറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു DRL ആണ്. അപ്പോൾ നമുക്ക് സ്കാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളെ ഈ ഒരു DRL നമുക്ക് വർക്ക് ആവുന്നത് ആണല്ലേ. അപ്പം ഈ ഒരു DRL അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വെസൽ കാര്യങ്ങളൊക്കെ സാധാരണ മാറ്റ് ആൻഡ് സിൽവർ പീസിലാണ്. അതിനൊക്കെ നമ്മൾ മാറിയിട്ട് ഗ്ലോസി ബ്ലാക്കിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് വരാൻ നേരത്ത് നമ്മൾ അലോയ് ആൻഡ് കാലിബറാണ്. അലോയ് നമ്മൾ സാധാരണ ഗ്ലോസി ബ്ലാക്കാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു വെഹിക്കിളിൽ എടുത്തിരിക്കുന്ന നമ്മളൊരു മാറ്റ് ഫിനിഷിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അലോയ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കാലിബർ റെഡാണ്. അത് കസ്റ്റമറുടെ ഇഷ്ടാനുസരണം നമ്മൾ കാലിബറിൻ്റെ കളർ കാര്യങ്ങളൊക്കെ ചോയ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 300 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ MTEC ബ്രാൻഡിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പാണ്. ആണ്ടോ, ഇതൊരു 300 kg ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് സ്റ്റെപ്പാണ്. പോരാത്തിന് അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളും കൊണ്ട് ഇച്ചിരി ഏജ് ആയവർക്കൊക്കെ ആണെങ്കിലും ചവിട്ടി ഇറങ്ങാനും കയറാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്ലാഡിങ്സ്, അതായത് ഈ സൈഡ് ഗ്ലാഡിങ്സ് റിമൂവ് ചെയ്തുകൊണ്ട് വെക്കുന്ന നമ്മളൊരു OEM ടൈപ്പ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പാണ്. പക്ഷേ അത് അത്രയും സ്ട്രോങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോഴല്ല, ഒരു 2 കൊല്ലം മുമ്പ്. പക്ഷേ നമ്മൾ അതിന് ശേഷമാണ് നമുക്ക് MTECൻ്റെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോപ്പിൽ സെല്ലായി പോകുന്ന ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പും പിന്നെ നമ്മൾ ഹൈക്രോസിൻ്റെ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ. കാര്യം ഹൈക്രോസിന് പൊതുവേ വെട്ടം കുറവായതുകൊണ്ട് തന്നെ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കസ്റ്റമർ ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു അലൂമിനിയം റൂഫ് റെയിലാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇതാ ഫുഡ് സ്റ്റെപ്പിൻ്റെ മണ്ടേ കയറി എന്നിട്ട് കാണിച്ചിട്ട് കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള നമ്മളെ ആ ഒരു അലൂമിനിയം റൂഫ് റെയിലാണ്. ഈ റൂഫ് റെയിൽ നമുക്ക് മേളിലത്തുള്ള വെതർ സ്ട്രാപ്പ് റിമൂവ് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മളിതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന. ഒരിക്കലും നമ്മളെ ബോഡി അടിച്ച് തുളയ്ക്കുകയോ അതിന് സിലിക്കോൺ അടിച്ച് ഒട്ടിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് തന്നെ പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ആ പ്ലേസിലേക്ക് ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് നമ്മളിപ്പോൾ കാണിച്ചതും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ക്രോസ് ബാറൊക്കെ വെച്ച് നമുക്ക് പെൻഡിയറൊക്കെ വെക്കാം എന്നൊരു ശ്രമം നമ്മൾ നടത്തി നോക്കി. പക്ഷേ അത് സംഭവം ടൈറ്റ് ആകുന്നത് ലോക്കിൽ നിന്ന് ചാടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ട്. ഒരു കസ്റ്റമറുടെ അടുത്ത് ഇങ്ങനെ റിക്വയർമെൻറ്റ് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. കാര്യം നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരാൻ നേരത്ത് ചെയ്തിരിക്കുന്ന ഒരു വേറൊരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോമാൻ്റെ ബൈക്ക് പ്രൊട്ടക്ടർ കേട്ടോ. കണ്ടോ എന്ത് സ്ട്രോങ് ആണ് നോക്കിയത് സാധനം. ഇതേ കണക്കത്തൊരു ബൈക്ക് പ്രൊട്ടക്ടർ ഇന്ത്യയിലില്ലെന്ന് പറയാം. കണ്ടോ, നമ്മൾ സാധാരണ വയ്ക്കുന്ന ബൈക്ക് പ്രൊട്ടക്ടർ കണക്കല്ല. ഇതിനകത്തൊക്കെ കൊണ്ടുപോയി വണ്ടിയൊക്കെ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാവും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ടറാണ് പ്രോമാൻ്റെ ഈ ഒരു ബൈക്ക് പ്രൊട്ടക്ടർ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്പോയിലറാണ് കേട്ടോ. ഇത് നമ്മളെ ബാറ്റ്മാൻ ടൈപ്പ് സ്പോയിലറാണ്. ഈ സ്പോയിലർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത്, സ്പോയിലർ നമുക്ക് സ്ക്രൂ അല്ല, സ്പോയിലർ നമ്മൾ ഡബിൾ സൈഡിലാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാനൊക്കെ ഈസിയാണ്. പക്ഷേ അങ്ങനെ ഇളവി വരത്തൊന്നുമില്ല. ഈസിയാണെന്ന് പറഞ്ഞിട്ടൊന്നും വലിച്ചിളക്കാൻ നോക്കേണ്ട, ഇളവി വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് 3Mൻ്റെ പ്രൈമറും അതേപോലെ തന്നെ GFXൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഇട്ടാണ് നമ്മൾ ഇതിനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇത് ഇനി വലിച്ചിളക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസായിട്ട് ഫുള്ളായിട്ട് ഇളവി വരത്തുള്ളൂ. അതിന് നമ്മളടുത്ത് ഒരുപാട് കസ്റ്റമർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണതെന്ന്. നമ്മൾ ഷോപ്പിൽ വന്നാൽ സ്റ്റിക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേറൊരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് ചെറിയ മാറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഓട്ടോടെക്കിൻ്റെ എക്സ് ലൈനർ മാറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റ്
നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പാഡ് ഫുള്ള് ഇങ്ങനെ കവറായിട്ട് വരും. നമുക്ക് ഇവിടെ ചവിട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഫുൾ കവറായിട്ട് നമുക്ക് ബാക്ക് ഡ്രോ വരെ ഈ ഒരു മാറ്റ് വരും. പോരാത്തിന് ഡിക്കി സഹിതമാണ് കേട്ടോ നമ്മളെ ഈ ഒരു മാറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഫ്രണ്ടിലും നമുക്ക് ഇവിടം പോലെ നമ്മളെ ഈ പാഡ് ഫുള്ള് കവറായിട്ടാണ് ഈ മാറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ഈ ഒരു പാനലൊക്കെ കറക്റ്റ് കവറായിട്ട് വരും. പോരാത്തതിൻ്റെ മുകള് വരും. അതേപോലെ ഈ സൈഡ് എല്ലാം ഫുള്ള് കവറായിട്ട് വരും. ഇത് ഹൈക്രോസിന് മാത്രമല്ല, ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ, സ്വിഫ്റ്റ് 2018 2026 വരെ, ബലേനോ, ഗ്ലാൻസ, അതേപോലെ അൾട്രോസ്, ടാറ്റ നെക്സോൺ, EV ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ നമുക്ക് ഈ മാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാൻ എപ്പോഴും വിട്ടുകൊണ്ട കാര്യമാണ്, നമ്മൾ സൺഫിലിം ചെയ്തിട്ടുണ്ട്. സ്മോക്കിലേക്ക് നമ്മൾ സൈഡിലേക്ക് എടുത്തിരിക്കുന്ന ഗാർവെയറിൻ്റെ സ്മോക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഫിലിമാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലെടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർവെയറിൻ്റെ ഐസ്കൂൾ ഗ്രേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിന് മേപ്പോട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രോണ്ടി അങ്ങനെയുള്ള ഫിലിംസ് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഫ്രോണ്ടി അങ്ങനെയുള്ള മോഡൽസുകൾ ചെയ്യുന്നത്. നമുക്ക് ആർട്ടിക്കൂള്, അങ്ങോട്ടുള്ള എലൈറ്റ് ലൈറ്റ് അങ്ങനെയുള്ള ഫിലിംസാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ള. പിന്നെ സറാം ഷീൽഡ്, സൺ കൂൾസ്, അതേപോലെ തന്നെ 3M ഇങ്ങനെയുള്ള ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഹൈക്രോസ് GX ഓയിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പറും കാര്യങ്ങളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.